ബോട്ട് വിട്ട ഉടനെ തന്നെ എന്നോട് പറഞ്ഞത് നേരെ മുകളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ നേരെ കൂടി മുകളിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ പുറകെ കൂടി വന്നു, ജാക്കറ്റ് ഇടണം, ജാക്കറ്റ് ഇടാതെ ഒരു കാരണവശാലും മുകളിലേക്ക് കയറരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ജാക്കറ്റ് വിട്ട് മുകളിൽ തിന്നി നിൽക്കുക. നല്ല വ്യൂ ആണ് കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് റെയിൽവേ പാലമാണ്. ഇത് റെയിൽവേ പാലമാണ്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ജാക്കറ്റ് ഇടാനുള്ള മടി കൊണ്ട് ഓരോരുത്തർ അങ്ങനെ അവിടെ തന്നെ തങ്ങി നിൽക്കുക. ഈ യാത്രയിൽ എൻ്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എറണാകുളം വരാപ്പുഴ റോഡിലോടുന്ന ഒരുവിധപ്പെട്ട എല്ലാ ബോട്ടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്പത്തിൽ ഒരു രസം. ഇതിൽ കടന്നു പോകുമ്പോൾ ഏതാനും ഒരു ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ. വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ബോട്ട് യാത്ര ഉണ്ട്. ഓരോരുത്തരായിട്ട് മുകളിലേക്ക് കടന്നു വരുന്നുണ്ട്, ജാക്കറ്റൊക്കെ ഇട്ട്. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. പക്ഷെ ആ വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് കിട്ടാനില്ല. നല്ല കാറ്റുള്ളതുകൊണ്ട് ആ ചൂട് നമ്മൾ അറിയണതേ ഇല്ല. ഇവരാണ് ജാസ്മിൻ ഗ്രൂപ്പിൻ്റെ സാരഥികൾ. ബിന്ദു, രണ്ടുപേരും കൂടിയാണ് ജാസ്മിൻ ഗ്രൂപ്പ് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ജോയ്സി. ബോട്ടിനുള്ളിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ആ പാട്ടിൻ്റെ അനുസരിച്ചാണ് ഇവരുടെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതിൽ ഒരു ബോട്ട് വരുന്നുണ്ട്. നമ്മുടെ ആലപ്പുഴയിൽ കാണുന്ന അത്രയും ബോട്ടുകളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. എന്നാലും നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ബോട്ടുകളെല്ലാം ബുക്കിംഗ് ആണ്, എല്ലാം ബുക്കിംഗ് ആണ് എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് മാത്രം ബോട്ടുകളൊന്നും ഇവിടെ കാണുന്നില്ല. ആലപ്പുഴയിൽ പോയ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. എന്തോ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ബോട്ട് പോയപ്പോൾ. ക്യാമറയുടേതാവാം. ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ ജാക്കറ്റ് ഇടാതെ വന്നാണ്. ഞാൻ ഓടിച്ചു വിടുന്നതാണ്. ജാക്കറ്റ് ഇട്ട് മുകളിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോരുത്തർ മുകളിലേക്ക് കയറി വരുന്നു. ഈ ജാക്കറ്റ് ഇടുന്നത് എൻ്റെ ഒരു ആൻറ്റിയാണ്. ആൻറ്റിയും മംഗളും ഉണ്ട്. ഇതും എൻ്റെ ഒരു ആൻറ്റിയാണ്. ഒരു ചേച്ചി അനിയത്തിയാണ്. നേരത്തെ കാണിച്ച ആൻറ്റിയും ഈ ചേച്ചി അനിയത്തിയാണ്. ആകെ കുറച്ച് വീടുകളുള്ളൂ കേട്ടോ അരികിൽ. ബാക്കിയെല്ലാം തെങ്ങും തോപ്പുകളും എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അധികം വീടുകളൊന്നുമില്ല പുഴയുടെ അരികിൽ. കൊള്ളാം കൊള്ളാം. ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ എൻ്റെ മുമ്പിൽ വന്നിരിക്കണേ. കൊച്ചുങ്ങളൊക്കെ ജാക്കറ്റ് ഇട്ട് റെഡി ആയിപ്പുണ്ട്. എല്ലാം താഴത്ത് തുള്ളിക്കൊണ്ടിരിക്കണായിരുന്നു. ഇടക്ക് മുകളിലോട്ട് കയറിയതാണ് പിള്ളേർ. അടുത്ത വീഡിയോകളിൽ ബാക്കി കാണാം.